ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ. ഇന്ത്യയുടെ 18ാമത് ജനറൽ ഇലക്ഷൻ, അതായത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നമ്മളെല്ലാം ഇലക്ഷൻ വോട്ട് ചെയ്തതിന് ശേഷം മഷിപുരുണ്ട നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ നമ്മൾ അഭിമാനപൂർവ്വം ഇങ്ങനെ ഉയർത്തി കാണിക്കാറുണ്ട്. മാത്രമല്ല നമ്മൾ സെൽഫി എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ പുരണ്ട ഈ മഷി, ഈ ഇൻഡയലബിൾ ഇങ്ക് എന്താണ് എന്ന് നമ്മൾ എത്ര പേർക്കറിയാം? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 1962 മുതലാണ് ഈ മഷി നമ്മളെ കയ്യിൽ പുരണ്ടാൻ തുടങ്ങിയത്. 1952 ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ കള്ളവോട്ട് തടയുന്നതിന് വേണ്ടി ഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിക്ക് ഒരു മഷി എടുക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വികസിപ്പിച്ചെടുത്ത സിൽവർ നൈട്രേറ്റ് അടങ്ങിയ ഒരു മിശ്രിതമാണ് ഈ ഇൻഡയലബിൾ ഇങ്ക് അഥവാ മായാത്ത മഷി. കർണാടകത്തെ പൊതുമേഖലാ സ്ഥാപനമായ മൈസൂർ പെയിൻറ്റ്സ് ആൻഡ് വാർണിഷർ ലിമിറ്റഡിനാണ് ഇത് നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്. വെള്ളത്തിൽ ലയിക്കുന്ന സിൽവർ നൈട്രേറ്റ് എന്ന ഈ മഷി നമ്മളെ ത്വക്കിലെ ഉപ്പുരസവുമായി ചേർന്ന് രാസമാറ്റം സംഭവിച്ച് സിൽവർ ക്ലോറൈഡായിട്ട് മാറുന്നു. ഇത് 40 സെക്കൻഡിനുള്ളിൽ നമ്മളെ ത്വക്കിൽ ഒട്ടിപ്പിടിക്കുന്നു. മാത്രമല്ല വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ സോപ്പ് കൊണ്ടോ കഴുകിക്കളയാൻ കഴിയാത്ത ഈ മഷി ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും നമ്മുടെ ശരീരത്തിൽ മായാതെ കിടക്കുന്നു. ഏത് ഇലക്ഷൻ്റെ ഭാഗമായാലും അല്ലെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ചാപ്പ കുത്തുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞെന്ന 10-1 കാര്യത്തിൽ ഒരു അംശമെങ്കിലും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് ബാധ്യതയില്ലേ? നിങ്ങൾ ചിന്തിക്കുക. ഷെയർ ഇറ്റ് മാക്സിമം.